എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അന്ന് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. 45 ദിവസത്തിൽ വെക്കേണ്ട ഇഞ്ചക്ഷനാണ്. പനി കാരണം നീണ്ടതാ ഇപ്പോൾ 10-60 ചില്ലാനം ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തക്കുടും പിന്നെ ഏടത്തിയമ്മയും കൂടി ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പോണ ഉത്സാഹമൊന്നും വരുമ്പോൾ ഉണ്ടാവില്ലെന്ന് നന്നായിട്ടറിയാം. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്. അപ്പോൾ പോണതിൻ്റെ ഇടയിൽ വഴിയിൽ പശു ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ എസ്കേപ്പായി ഓടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ പോയപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളം ഒലിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. ചോലയും കുളമൊക്കെ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ റോഡിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പോയി അംഗനവാടിയിൽ എത്തിയിട്ടോ. അംഗനവാടിയിൽ നിന്നാണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അംഗനവാടിയിൽ എത്തിയപ്പോൾ സിസ്റ്റേഴ്സും ഡോക്ടർമാരൊന്നും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവർ വന്നു. പിന്നെ ഡോക്ടർ നോക്കി, കുട്ടീനെ നോക്കി. പനിക്കും കേട്ടോ ഈ ഇഞ്ചക്ഷൻ ചെയ്താൽ 2 കാലുമ്മലും ഒന്നുണ്ട്, കയ്യുമ്മലും ഒന്നുണ്ട്. പിന്നെ കുടിക്കാനുണ്ട് കേട്ടോ. അതും കുടിച്ച് പിന്നെ ഡോക്ടർ മരുന്ന് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ളത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് തന്ന് പിന്നെ എല്ലാ കുട്ടികളുടെയും കരച്ചിലുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങിയിട്ടോ. ചെറിയ കുട്ടീനെ എങ്ങനെ കുത്തുകയെന്ന് വെച്ചിട്ട്. എന്നിട്ട് പിന്നെ ഇരിക്കാൻ പറഞ്ഞ് അവൻ്റെ ആദ്യം വായിലുള്ള മരുന്ന് കൊടുത്തിട്ടോ. വായിലുള്ള മരുന്ന് കൊടുത്തിട്ട് പിന്നെ കയ്യുമ്മലാണ് എടുക്കാനുള്ളത്. പിന്നെ കയ്യുമ്മ എടുത്ത് കഴിഞ്ഞിട്ട് 2 കാലുമ്മലും. ഇതെന്ന് പറഞ്ഞാൽ ജനിച്ച് 45 ദിവസത്തിൻ്റെ 45-ാമത്തെ ദിവസം എടുക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഇവന് ജലദോഷം ഒന്നും വിട്ട് മാറാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നീണ്ടുപോയി ഇപ്പോൾ 60 എത്രയോ ദിവസമായിട്ടുണ്ട്. അപ്പോൾ അന്നാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ മരുന്ന് കുടിച്ച് കയ്യുമ്മ കുത്തിയപ്പോഴും നല്ലോണം കരഞ്ഞ്, പിന്നെ കാലുമ്മ കുത്തിയപ്പോഴും നല്ലോണം കരഞ്ഞു കേട്ടോ. അവന് ഞാൻ തോളിലിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴും അവനെന്തോ ഓർത്ത് കരയുന്ന പോലെ പൊട്ടി കരയായിരുന്നു കേട്ടോ. തോളിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചു. നല്ല കുത്താണ് ചേച്ചി കുത്തി കൊടുക്കുന്നത് എൻ്റെ കുട്ടീനെ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അംഗനവാടിക്ക് പോകുന്നത്. നല്ല ഭംഗിയുള്ളൊരു അംഗനവാടിയായിരുന്നു കേട്ടോ. ബാക്കിൽ റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് റബ്ബർ തോട്ടത്തിൽ മഴയൊക്കെ പെയ്ത് നടുവിലൂടെ അങ്ങനെ വെള്ളമൊക്കെ ചാലിലൂടെ ഒഴുകി പോകേണ്ടത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. അംഗനവാടിയത്തെ കുട്ടികൾക്ക് നേരെ പോകാൻ വേറെ ഒന്നും വേണ്ട. ഭയങ്കര ഒരു കൂൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, അതുപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് നല്ല ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് മെല്ലെ തോള് കെട്ടിയിട്ട് ഞാൻ തോള് കെട്ടി കുറച്ച് നേരം അങ്ങനെ നടന്നു. അപ്പോൾ പിന്നെ അവനിങ്ങനെ കൂളായിട്ട് അവൻ്റെ കരച്ചിലൊക്കെ മാറി. വൈകുന്നേരം നല്ല വേദനയായിരുന്നു കേട്ടോ. കാല് ഇളക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ നല്ല വേദന ഉണ്ടായിരുന്നു. കാല് ഇളകുമ്പോൾ കരിയായിരുന്നു, നല്ല പൊട്ടി കരിയായിരുന്നു. ഇപ്പോൾ കുറവുണ്ട്. ഇന്നലെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ 10 മിനിറ്റ് റബ്ബർ തോട്ടത്തിൽ നോക്കി അങ്ങനെ നിന്നു. നല്ല നേരം പോകണത് അറിയില്ല കേട്ടോ. അവിടെ നിന്നാൽ അങ്ങനെ ഒരു കാറ്റൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം. അപ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ മാറി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പോന്നു കേട്ടോ. പോരുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനിങ്ങനെ കുത്ത് കിട്ടിയോണ്ടേ. അപ്പോൾ പോരുന്ന ഒന്നും എടുത്തില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ബാക്കിലെ തോട്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടു സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ലവ് യു ആൻഡ് ബൈ. കാലിങ്ങനെ